പാറക്കുട്ടി ചേച്ചിയാണോ? ആദ്യമായിട്ടാണോ ചേച്ചി ഇങ്ങനെ കാടിനകത്തേക്ക് പെടുന്നത്? കുടുങ്ങണേ ആദ്യമായിട്ടാണ്. ചേച്ചിയാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി കാട് പരിചയമുള്ള ആളല്ലേ? അതെ, 3 പേരിൽ എനിക്ക് ഇച്ചിരി പരിചയമുള്ളൂ. എന്തായിരുന്നു സാഹചര്യം ഇന്നലെ ഒരു രാത്രിയിലെ സാഹചര്യം? ഇന്നലെ രാത്രി ഞങ്ങൾ ആ പാറയിൽ ഞങ്ങൾ സുരക്ഷിതമായ ദൈവം കൊണ്ടുവന്ന് എത്തിച്ചതെന്ന് വേണം പറയാൻ. ആ പാറയിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അത് സുരക്ഷിതമാണെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറി ഇരുന്നാലും ഞങ്ങൾ ആ കരിയിലൊക്കെ അടിച്ച് മാറ്റിയിട്ട് അന്ന് ഇരിക്കുക കിടക്കും എന്തെങ്കിലും ചെയ്യാം, ഉറക്കം എന്തായാലും വരുമല്ലോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇരിക്കും, കുറേ നേരം കിടക്കും, അങ്ങനെയായിരുന്നു. പിന്നെ ചുറ്റും ഒരു ആന വന്നു. ആന വന്നപ്പോൾ ഞങ്ങൾ മിണ്ടിയില്ല, അനങ്ങാതിരുന്നു, ശബ്ദം ഉണ്ടാക്കാതെ. അപ്പോൾ ആന കുറേ നേരം ഒരു 1.5 വരെ ബഹളം വെച്ചു. ആന ഞങ്ങളുടെ വാസന കിട്ടിയിട്ടായിരിക്കും. ഈ പാറയ്ക്ക് ചുറ്റും ആനക്കൂട്ടം ഉണ്ടായിരുന്നു നിങ്ങൾ ഇരിക്കുമ്പോൾ? പാറയ്ക്ക് ഇച്ചിരി ദൂരെയായിട്ട്, തൊട്ടടുത്തല്ല. 3-4 ഉണ്ടായിരുന്നു. ഭയങ്കര കാർച്ചയായിരുന്നു. അത് രാവിലെ വരെ ഉണ്ടായിരുന്നോ? രാവിലെ ഉണ്ടായിരുന്നില്ല, ഒരു 1:30-2 മണി വരെ. പിന്നെ രാവിലെ നിങ്ങൾ പാറപ്പുറത്ത് ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഉദ്യോഗസ്ഥരെ കണ്ണിപ്പെടുന്നത്? കുറച്ചിടെ വന്നപ്പോഴേക്കും മറ്റേ പാറപ്പുറത്തുണ്ടായിരുന്നു ഞങ്ങളുടെ ടീമുകൾ. ഞങ്ങൾ 15 പേര് ഫയർഫോഴ്സിന്റെ ടീമുകൾ പാറപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കാണുന്നുണ്ട്. അപ്പോൾ ഇവരെ വിചാരം നായാട്ടുകാരാന്ന് ഓർത്ത് ഇവരവരെ പ്രതികരിച്ചില്ല. ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് വിചാരിച്ച് ഇവരത് അവോയ്ഡ് ചെയ്തു. ഇവരത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മായാന്ന് വിളിച്ചു, പാറു ചേച്ചിന്നൊക്കെ പേരെല്ലാവരും പേരെടുത്ത് വിളിച്ചു. പക്ഷെ ഇവർക്കത് കേൾക്കാൻ പറ്റില്ല. അവർ വിചാരിച്ച് എങ്ങാനും ഇവർക്ക് എന്തെങ്കിലും എല്ലാ അപകടം ഉണ്ടായാലോ എന്നൊരു മിണ്ടിയില്ല. അതായത് നിങ്ങൾ രാത്രി തന്നെ ഇവർ സുരക്ഷിതമായിരിക്കുന്ന പാറയുടെ അടുത്ത് എത്തിയിരുന്നു? തൊട്ട് താഴെയുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം ലൊക്കേഷൻ എല്ലാവരും കൂടി ഞങ്ങൾ സ്കെച്ച് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ആ ലൊക്കേഷൻ നമുക്ക് മനസ്സിലായിരുന്നു. അത് പ്രകാരം ഞങ്ങൾ ഇവരുടെ പുറകെ ഇവർ ആ ഭാഗത്തായി ആ റേഡിയസിൽ നമ്മളൊരു 1/2 കിലോമീറ്റർ റേഡിയസിൽ നമ്മൾ ചുമ്മാ റോന്ത് ചുറ്റുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ വിളിക്കുന്നുണ്ട്, ഇവർ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഗുണ്ട് പൊട്ടിച്ചു, അതൊക്കെ ഇവർ അറിയുന്നുണ്ട്. പക്ഷേ ആ ശബ്ദം കേട്ടിട്ടും പ്രതികരിക്കായിരുന്നു ഇരുന്നെന്നാന്ന് വെച്ചാൽ നായാട്ടുകാരാണെങ്കിൽ നമുക്ക് പണി കിട്ടുമല്ലോ, നമ്മൾ അറിയില്ലല്ലോ ആൾക്കാർ. ഇനി അവർ വലിയ കള്ളക്കടത്തിനൊക്കെ വന്നാണെങ്കിൽ നമ്മളെ കണ്ട് പിന്നെ നമ്മുടെ ജീവനും അപകടത്തിലാവില്ലേ. അതുകൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം കുടുങ്ങിയിരിക്കുക. അതിൻ്റെ കൂടെ വേറൊരു പണിയും കൂടി ആയാൽ ഞങ്ങളുടെ 3 പേരുടെ ജീവൻ പോവില്ലേ. 3 കുടുംബത്തിലെ അംഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടായിരുന്നേ. ഉദ്യോഗസ്ഥർ എത്ര ഇപ്പോൾ ഫോറസ്റ്റും ഉൾപ്പെടെ? ഫോറസ്റ്റ് ഞങ്ങളുടെ സിവിൽ ഡിഫൻസ്, പിന്നെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ വാച്ചർമാരുണ്ട്, ഫയർഫോഴ്സിൻ്റെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, നമ്മുടെ സ്റ്റേഷൻ ഓഫീസർ, അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർ, പിന്നെ അതേപോലെ FROമാർ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു ഏകദേശം ഞങ്ങൾ ഒരു 10-30ഓളം ടീം ഫയർഫോഴ്സിൻ്റെ ടീമുകൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സംയുക്തമായ പരിശ്രമമായിരുന്നു. സംയുക്തമായ പരിശ്രമമായിരുന്നു. ഇന്നലെ കോള് കിട്ടി ഒരു 5 മണിയോടുകൂടി ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഏകദേശം ഇവിടെ എത്താനായിട്ട് ഏകദേശം ഒരു 10-30ഓളം കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓടിയെത്തി. അപ്പോൾ നമ്മൾ രാത്രി ആയതുകൊണ്ട് നമ്മൾ ഫോറസ്റ്റ് വാച്ചറുടെ ഒരു സഹായം തേടി, പിന്നെ ഒരു സമീപവാസിയായ ചന്ദ്രൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെയും സഹായം തേടി സഹായം ഉണ്ടായിരുന്നു. പാറുചേച്ചി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, പാറുചേച്ചി പ്രമേഹ രോഗിയാണെന്നൊക്കെ വീട്ടിൽ നിന്ന് അറിഞ്ഞു. അപ്പോൾ പ്രഷറും ഷുഗറും എല്ലാം ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ടെൻഷനൊക്കെ കയറുമ്പോൾ എങ്ങനെയാ അവസ്ഥ? ടെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ടെൻഷനില്ലായിരുന്നു. കാര്യം ഞങ്ങൾ ആ പാറയിലായതുകൊണ്ട് ഞങ്ങൾ സുരക്ഷിത സ്ഥാനത്താണെന്നറിയാം. അത്രയും അവിടെ ഞങ്ങൾ ദൈവമായിട്ട് കൊണ്ടുവന്ന് എത്തിച്ചത്, അത് പറയാമല്ലോ. പിന്നെ ഞാൻ ഒരു വിശ്വാസിയാണ്, അത് കാരണം കൊണ്ട് ഞാൻ അപ്പം തന്നെ ഞങ്ങൾ പാസ്റ്റർ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചായിരുന്നു. അപ്പോൾ പാസ്റ്റർ പ്രാർത്ഥനയും ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് ദൈവമായിട്ടാണ് ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. വിശ്വാസികളായ മനുഷ്യരൊക്കെ നിങ്ങൾക്ക് 3 പേർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു ഇന്നലെ രാത്രി മുഴുവനും. ഉറക്കൊളിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഉറങ്ങാൻ പറ്റിയില്ലല്ലോ. ഉറങ്ങാൻ നമുക്ക് പറ്റില്ല. ഈ പാറപ്പുറത്ത് കിടക്കുമ്പോൾ മേലൊക്കെ കുത്തി കയറുമായിരുന്നു, മുണ്ടും മുഴയും കാരണം. ഇങ്ങനെ ഇരുന്നും കിടന്നൊക്കെ നേരം വിളിപ്പിച്ചു. നടുവ് വേദന എടുക്കുമ്പോൾ കുറച്ച് നേരം കിടക്കും, അത് കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കും. ഞങ്ങൾ 3 പേരും അങ്ങനെ തന്നെയായിരുന്നു. ഉദ്യോഗസ്ഥർ വെള്ളമൊക്കെ കൊണ്ടാണോ വന്നേ? ഇവരെ എല്ലാ സാധനവും ഞങ്ങൾക്ക് പഴം തന്നു, വെള്ളം തന്നു. വലിയൊരു സഹായമായി പോയി. അത് കാരണം എല്ലാം സജ്ജമായിട്ട് അവർ വന്നതല്ലേ? അതെ. അത് കാരണം ഇവിടം വരെ നടന്നെത്താൻ പറ്റി. ഞങ്ങൾ അവശതയായി പോയായിരുന്നു ഭക്ഷണം കഴിക്കാത്ത കാരണം. ഇപ്പോൾ ചേച്ചി പ്രമേഹ രോഗിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും ദൂരം നടന്നു വരണ്ടേ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലെന്നൊക്കെ നമ്മളിങ്ങനെ പറയായിരുന്നു. പക്ഷെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ സുഖമായി എത്തി. അപ്പോൾ പരിചയമുള്ള ആളാ കാട് പരിചയമുള്ള. ഞാൻ ഇവിടെ ഇല്ല ജനിച്ചു വളർന്നത്. ഇവിടെയൊക്കെ ഞാൻ തന്നേ. എന്നിട്ടാ ഈ കാട് എനിക്ക് തെറ്റിപ്പോയത്. ഇതൊരു മാങ്ങ ഉണ്ടാവണേ. ഈ മാവയിലൊക്കെ മാങ്ങ വറക്കാനൊക്കെ ഞങ്ങൾ തന്നെ വരാറുള്ളതാണ്. ഈ കാട്ടാനയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണോ നിങ്ങൾ ഈ പാറപ്പുറത്ത് നിന്നത്? അല്ല, ഞങ്ങൾ അങ്ങോട്ട് എത്തണതിന് മുമ്പ് ആനയെ കണ്ടു. ഒരു കൊമ്പനാന മുമ്പ് പോകണം. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ പുറകെ പോവുക. അപ്പോൾ ആന ഞങ്ങളെ കാണുന്നില്ല. ഞങ്ങളുടെ മണം കിട്ടി, തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറകെ ചെന്നു. ഞങ്ങൾ 3 പേര്. ഞാൻ തട്ടിയിട്ട് പറഞ്ഞു, ഏറ്റവും മുമ്പ് ഞാനായിരുന്നു ആനാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി നേരം അവിടെ എന്ത് ചെയ്ത് ആന പോകണില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ മാറി നിന്നു. അതിന് മാറി നിന്ന് കഴിഞ്ഞ് ശാലിന് നേരം കഴിഞ്ഞപ്പോഴേക്കും ആന ഞങ്ങൾ കടന്നു പോയി. അപ്പോൾ ഞങ്ങൾ ആ പുറകെ അങ്ങ് ചെന്നു.